ആരാണ് ആ നേതാവ്? പ്രമുഖ നടി ഇന്ന് സമൂഹ മാധ്യമങ്ങളിലും ഒപ്പം റിപ്പോർട്ടർ ടിവിയോടക്കം മറ്റു മാധ്യമങ്ങളിലും വെളിപ്പെടുത്തിയ യുവ രാഷ്ട്രീയ നേതാവ്, ജനപ്രതിനിധി, യുവ രാഷ്ട്രീയ നേതാവ്, അടുത്ത കാലത്ത് ഉയർന്നു വന്ന നേതാവ്, അടുത്ത കാലത്ത് തെരഞ്ഞെടുക്കപ്പെട്ട നേതാവ്, ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡുള്ള നേതാവ്, റീൽസ് വഴി അയാൾ രാഷ്ട്രീയമായ താല്പര്യം സൃഷ്ടിക്കുന്ന നേതാവ്, സ്ഥിരമായി സ്ത്രീ വിഷയങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ ആരോപണ വിധേയനായ നേതാവ്. ആ യുവ രാഷ്ട്രീയ നേതാവിനെതിരെ അതിഗുരുതര വെളിപ്പെടുത്തലുമായി നടി റിനി ആൻ ജോർജ് അശ്ലീല സന്ദേശങ്ങൾ അയച്ചുവെന്നും മോശം സമീപനമുണ്ടായെന്നുമാണ് വെളിപ്പെടുത്തൽ. നേതാവിനെ സമൂഹ മാധ്യമത്തിലൂടെയാണ് പരിചയപ്പെട്ടത്. പരിചയപ്പെട്ട ഉടനെ തന്നെ മോശം പെരുമാറ്റമുണ്ടായി. ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ മുറിയെടുക്കാം വരണമെന്ന് ആ യുവ നേതാവ്, ജനപ്രതിനിധി കൂടിയായ ഹൂ കെയേഴ്സ് ആറ്റിറ്റ്യൂഡുള്ള ആ വ്യാജ മുഖമുള്ള ആ പൊയ്മുഖമുള്ള യുവ നേതാവ് ആവശ്യപ്പെട്ടെന്നും മാധ്യമപ്രവർത്തക വെളിപ്പെടുത്തി. നമുക്ക് പ്രതികരണം കേട്ടുവരാം. ആദ്യം പറഞ്ഞത് ഹോട്ടലില് റൂം എടുക്കാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്ത് എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ എടുക്കുമെന്ന് പറഞ്ഞു. അത് ഞാൻ നല്ലപോലെ ഫയർ ചെയ്തായിരുന്നു. ഫയർ ചെയ്തതിന് ശേഷം പിന്നീട് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ചു നാളത്തേക്ക്. പിന്നീട് വീണ്ടും അത്തരത്തിലുള്ള ചില സന്ദേശങ്ങളും കാര്യങ്ങളുമായിട്ട് വീണ്ടും സൗഹൃദം സ്ഥാപിച്ചു വരുവാണ് ചെയ്തത്. ഇല്ല, ആ അർത്ഥത്തിലല്ലായിരുന്നു. നമുക്ക് ചില മെമ്മറീസ് ഒക്കെ വേണ്ടേ, നമുക്ക് ചില സ്വകാര്യ നിമിഷങ്ങളൊക്കെ വേണ്ടേ എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എനിക്കത് കറക്റ്റ് മനസ്സിലായി. അതുകൊണ്ടാണ് അയാൾ ഒരു രാഷ്ട്രീയ നേതാവാകാൻ പോലും, രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പോലും അയാൾക്ക് അർഹതയില്ല. രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പോലും അർഹതയില്ല. ജനപ്രതിനിധി, യുവ നേതാവ്, അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിലൂടെ വിമർശിക്കപ്പെട്ട നേതാവ്, സമൂഹ മാധ്യമങ്ങളിലൂടെ വിവാദത്തിൽപ്പെട്ട നേതാവ്, ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡുള്ള നേതാവ്, വ്യാജ വിവാദങ്ങളിൽപ്പെട്ട നേതാവ്, റീൽസ് കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ജനപ്രതിനിധിയായ നേതാവിന് ഹൂ കെയേഴ്സ് എന്നാണ് നിലപാടെന്നും റിനി ആൻ ജോർജ് പറയുന്നു, പറയാതെ തന്നെ. പൊയ്മുഖമുള്ള വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പൊ പല നേതാക്കന്മാരും റീൽസിലൂടെയാണ് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം, അല്ലെങ്കിൽ അവർ റീൽസിലൂടെ ഒരു ഇമേജ് സൃഷ്ടിച്ചെടുക്കുകയാണ്. ആളുകളുടെ ഇടയിലേക്ക് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, അങ്ങനെയൊക്കെ. പക്ഷെ യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല, വേറൊരു മുഖമാണ് എന്നുള്ളതാണ്. ഇല്ല, ആ വ്യക്തിക്ക് ഹൂ കെയേഴ്സ് എന്നൊരു ആറ്റിറ്റ്യൂഡാണെന്ന് ഞാൻ പറയുന്നു. ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡുള്ള ഒരു നേതാവ്, ഹൂ കെയേഴ്സ്, വ്യാജമുഖമുള്ള നേതാവ്, പൊയ്മുഖമുള്ള നേതാവ്, യുവ നേതാവ്, അടുത്ത കാലത്ത് ജനപ്രതിനിധിയായ നേതാവ്. സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ ഇതേ വ്യക്തിയെക്കുറിച്ച് ആരോപണം ഉയർന്നിരുന്നുവെന്നും റിനി ചൂണ്ടിക്കാണിച്ചു. പാർട്ടിയിലെ നേതാക്കളോട് പരാതി പറഞ്ഞെങ്കിലും പ്രതിപക്ഷ നേതാവ് അടക്കം അവരുടെ ഒക്കെ നേതാക്കളോട് ഈ കാര്യങ്ങളൊക്കെ പരാതിയായി പറഞ്ഞിരുന്നുവെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും റിനി പറയുന്നു. കേൾക്കാം. അസ്വസ്ഥതയുണ്ടാകാറുണ്ട്. കാരണം അതിനർഹിക്കുന്ന വ്യക്തിയല്ല എന്നുള്ള തിരിച്ചറിവ് എനിക്കുള്ളത് കൊണ്ട് തന്നെ ഈ സമൂഹം ഇത്രയും ആരാധിക്കുന്ന അതിനുള്ള അർഹത വ്യക്തിക്കില്ല എന്നുള്ളത് കൊണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് പ്രശ്നമൊന്നുമില്ല. അയാൾ ആര് ഇഷ്ടപ്പെട്ടാൽ ഐ ഡോണ്ട് കെയർ. ആ പ്രസ്ഥാനം ഒരു ധാർമ്മികത ഈ കാര്യത്തിലൊക്കെ ഉയർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ വ്യക്തിപരമായിട്ട് ഒരാളെയും എടുത്ത് അയാൾ അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് പറയുന്നില്ല. അല്ല, ഞാൻ അതിനെക്കുറിച്ച് ആരാണോ എന്താണോ എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡുള്ള നേതാവ് സജോ ദേവസ്യയുണ്ട് നമുക്കിപ്പം. സജോ ദേവസ്യ പറയാതെ പറയുകയാണ് ആ യുവ നേതാവ് ആരാണെന്ന്. എല്ലാവർക്കും മനസ്സിലായി ആ യുവ നേതാവ് ആരാണ് എന്നുള്ളത്. ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡുള്ള നേതാവ്, ജനപ്രതിനിധിയായ യുവ നേതാവ്, റീൽസ് വഴി രാഷ്ട്രീയ പ്രചാരണവും നടത്തിക്കൊണ്ടിരിക്കുന്ന നേതാവ്, കെട്ടിപ്പിടിക്കുകയും ഉമ്മവിക്കുകയും ഒക്കെ ചെയ്യുന്ന പൊയ്മുഖങ്ങളുള്ള വ്യാജമുഖങ്ങളുള്ള നേതാവ്. ഇനി ആരാണെന്ന് പേര് മാത്രം പറഞ്ഞാൽ മതി, ബാക്കിയെല്ലാം നമുക്ക് ബോധ്യമാവുന്ന രീതിയിലായിരുന്നില്ലേ ഈ നടിയുടെ റിനിയുടെ വെളിപ്പെടുത്തൽ? സജോ. ഡോക്ടർ അരുൺകുമാർ, യുവ നേതാവിന്റെ പേരും പ്രസ്ഥാനവും പറയാൻ റിനി തയ്യാറാകുന്നില്ലെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ ആവർത്തിച്ചു പറയുന്ന ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡുള്ള യുവ നേതാവ് എന്ന വാക്ക് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. രണ്ടാമതായി റീൽസ് വഴി വ്യാജ മുഖം അല്ലെങ്കിൽ പൊയ് മുഖം സൃഷ്ടിക്കുന്ന ആൾ എന്നതിൽ തന്നെ കാര്യങ്ങൾ എല്ലാമുണ്ട്. പക്ഷേ അതിനുമപ്പുറത്തേക്ക് അതീവ ഗുരുതര സ്വഭാവത്തിലുള്ള ആരോപണങ്ങൾ റിനി ഉന്നയിക്കുന്നുണ്ട് എന്നതാണ്. അവർ നേരിട്ട ദുരനുഭവം അല്ലെങ്കിൽ മെസ്സേജ് അയച്ച് സന്ദേശം അയച്ച് ഹോട്ടലിലേക്ക് വിളിക്കുന്നു എന്ന കാര്യത്തിലേക്ക് അപ്പുറത്തേക്ക് അവർ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ കൂടിയുണ്ട്. കുറേയധികം ആളുകളെ സമാനമായ രീതിയിൽ അല്ലെങ്കിൽ അത്തരം ആളുകൾ, യുവതികൾ ഇത്തരം ദുരനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഈ കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ അതിനൊന്നും കാര്യമായ പരിഹാരമോ അത് അഡ്രസ്സ് ചെയ്യപ്പെടുകയോ ചെയ്തില്ല എന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. എന്ന് മാത്രമല്ല, പ്രസ്ഥാനത്തിനകത്തുള്ള ആളുകളും സമാനമായ രീതിയിൽ മോശം അനുഭവമോ മോശം പെരുമാറ്റവും ഒക്കെ നേരിട്ടിട്ടുണ്ട്.
അതിൽ ആ പ്രസ്ഥാനത്തിനകത്ത് നിന്ന് പോലും കാര്യമായ ഇടപെടലുകൾ ഉണ്ടായില്ല എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നതാണ്. വരികൾക്കിടയിൽ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ്. അവർ ആരുടെയും പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നത് ഒരു വശത്ത് നിൽക്കുന്നു. പക്ഷേ അപ്പോഴും ഈ കാര്യങ്ങൾ വ്യക്തമാണ്, ആരെയാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നതിൽ ഇനിയിപ്പോൾ സംശയങ്ങൾക്ക് വലിയ അടിസ്ഥാനമൊന്നുമില്ല. പക്ഷേ അതിനും അപ്പുറത്തേക്ക് പ്രസ്ഥാനത്തിനകത്തുള്ളവർ, നേതാക്കളുടെ കുടുംബത്തിലുള്ളവർ ഒക്കെ ഈ മോശം അനുഭവം നേരിട്ടിരുന്നു. അങ്ങനെ പലരും സുഹൃത്തുക്കൾ വഴി തൻ്റെ അടുത്തും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയും വിവരമുണ്ട് ഇദ്ദേഹത്തെക്കുറിച്ച്. അതുകൊണ്ട് കൂടിയാണ് ഇദ്ദേഹം നേതാവായി തുടരാൻ അല്ലെങ്കിൽ ജനപ്രതിനിധിയായി തുടരാനുള്ള അർഹതയില്ല എന്നതുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് എന്നതാണ് പ്രധാനം. അത് ചെറിയ കാര്യമല്ല. കാരണം അത്രയും വൈഡായ കൂടുതൽ ആളുകളിൽ നിന്ന് പറഞ്ഞറിഞ്ഞതും അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതുകൊണ്ട് കൂടിയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ആ കാര്യങ്ങൾ തുറന്നു പറയുന്നു. അത് വ്യക്തി എന്നതിനപ്പുറത്തേക്ക് പ്രസ്ഥാനം എന്ന നിലയ്ക്ക് കൂടി വിശാലാർത്ഥത്തിൽ കാണേണ്ടതാണ് എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതെന്താകും അതിന്റെ ഭാവി എന്നത് കാത്തിരുന്ന് കാണേണ്ട സംഗതിയാണ്. പക്ഷേ അപ്പോഴും അങ്ങേയറ്റം ഗുരുതരമായ ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നു. അത് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം പകൽ പോലെ വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. ഡോക്ടർ അരുൺകുമാർ, താങ്ക് യു. നമുക്കൊപ്പം സജു ദേവസ്യാണ് ചേർന്നത്. എന്താ പറയുക, നേതാക്കളോടെല്ലാം ഇക്കാര്യങ്ങൾ പറയുമ്പോൾ ഈ ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡ് തന്നെയാണ് പലർക്കും എന്ന് പറയുന്നു. ആരോപണം ഉയർന്നതിന് ശേഷവും പരാതി പറഞ്ഞതിന് ശേഷവും വലിയ സ്ഥാനമാനങ്ങൾ ആ യുവ നേതാവിനെ തേടിയെത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ നേതാക്കൾ ശ്രദ്ധിക്കണ്ടേ? ഇതൊക്കെ വലിയ വിവാദമായി, ഇത് വലിയ രീതിയിൽ ഒരു മരമായിട്ടങ്ങ് മാറുകയാണ്. അതിനുശേഷം പിന്നീട് വെട്ടിക്കളയാൻ പറ്റൂ? ഏതെങ്കിലും തരത്തിൽ അടയ്ക്കയാണെങ്കിൽ കൈവയ്ക്കാം, അടയ്ക്കാമരമായാൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നത് പോലെ.